ഇന്ന് നമുക്ക് മലയാളി ഫ്രം ഇന്ത്യ എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ. നായകനായ ഗോപി ഒരു കുഴിമടിയനാണ്. ഒരു ജോലിയും ചെയ്യത്തില്ല. വീട്ടിലെ കാര്യമാണെങ്കിലോ അവൻ തിരക്കത്ത് പോലുമില്ല. അങ്ങനെയുള്ള ഗോപിക്ക് ഒരു പണി കിട്ടുകയാണ്. ആ ഒരു പണി കിട്ടിയത് കാരണം ഗോപി നാട് വിട്ടു തന്നെ പോകുന്നു. ഗൾഫിലെത്തിയ ഗോപിക്ക് ചില കാര്യങ്ങളൊക്കെ അവിടെ നേരിടേണ്ടി വരുന്നു. അതോടുകൂടി ഗോപിയാണെങ്കിലോ ഒരു മനുഷ്യനായി മാറി. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഗോപിയുടെ ജീവിതത്തിൽ അവൻ നേരിടേണ്ടി വന്നത് എന്നൊക്കെ അറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ നായകനായ ഗോപി പാകിസ്ഥാനിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിയിൽ ഗോപിയെ സംശയം തോന്നിയ പാകിസ്ഥാനികൾ അവനെ ചോദ്യം ചെയ്യുമ്പോൾ അവൻ ഒരു ലെറ്റർ അവർക്ക് കൈമാറി. പിന്നീട് കുറച്ചു നാളുകൾക്ക് മുൻപ് നടന്ന കാര്യമാണ് കാണിക്കുന്നത്. ഗോപി ഒരു മടിയനാണ്. ജോലിക്കൊന്നും പോകാതെ കൊച്ചുകുട്ടികളോട് പോലും വഴക്കൊക്കെ ഇട്ട് കറങ്ങി നടക്കും. എല്ലാ കുഴിയിലും അവനെ ചാടിക്കാനായി കൂട്ടുകാരനായ മൽഘോഷുമുണ്ട്. വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കില്ല. അമ്മ കഷ്ടപ്പെട്ടാണ് വീട് നോക്കുന്നത് പോലും. കെട്ടിക്കാറായ സഹോദരിയുള്ള ബോധം പോലും ഗോപിക്കില്ല. ഗോപി ഒരു പാർട്ടി പ്രവർത്തകനാണ്. അവനൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. അവളുടെ പേരാണ് കൃഷ്ണ. പക്ഷേ കൃഷ്ണയ്ക്കാണെങ്കിലോ അവനെ ഒട്ടും ഇഷ്ടമേ അല്ല. ചേട്ടാ, എന്റെ പിറകെ നടന്ന് എന്നെ ശല്യം ചെയ്യരുത്. എനിക്ക് കെട്ടുപ്രായമൊന്നും ആയിട്ടില്ല. എന്റെ ജീവിതം നശിപ്പിക്കരുതേ എന്ന് കൃഷ്ണ പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാതെ അവളെ ശല്യം ചെയ്യുകയാണ് ഗോപിയും മൽഘോഷും. ഒരിക്കൽ ഗോപിയുടെ അമ്മയോട് ഒരു കൈനോട്ടക്കാരി പറയും, മൂത്ത മകന് ഒരു പ്രശ്നം വരാൻ പോവുകയാണ്. അവൻ തന്നെ ഉണ്ടാക്കി വെക്കുന്ന പ്രശ്നമാണതെന്ന് പറയും. അതേസമയം ക്രിക്കറ്റ് കളിക്കുകയായിരുന്ന ഗോപി പാർട്ടി മീറ്റിംഗ് നടക്കുന്നിടത്തേക്ക് ബോൾ അടിച്ചിടും. ആദ്യം അവർ ഒരു വാണിംഗ് കൊടുത്തു. അത് കേട്ട് ദേഷ്യം വന്ന ഗോപിയാണെങ്കിലും വീണ്ടും പന്തടിച്ച് ഗ്ലാസ് പൊട്ടിക്കും. ഗോപിയുടെയൊക്കെ എതിർ പാർട്ടിയായിരുന്നു അത്. അങ്ങനെ പാർട്ടിക്കാരുമായി വലിയ തല്ല് നടന്ന് ഗോപിയും മൽഘോഷും കൂട്ടരും പോലീസ് സ്റ്റേഷനിലുമായി. പോലീസ് രണ്ടിനെയും നല്ല വിരട്ടി അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. ദിവസങ്ങൾ കടന്നു പോകെ വേൾഡ് കപ്പിൽ പാകിസ്ഥാൻ ജയിച്ചു. ഇന്ത്യ തോറ്റു. അന്നേ ദിവസം തന്നെ മുസ്ലിം കുടുംബത്തിലെ 2 കുട്ടികൾ പടക്കം പൊട്ടിച്ച് കളിക്കുകയായിരുന്നു. അത് കാണുന്ന ഗോപിയുടെ പാർട്ടിക്കാരാണെങ്കിലോ മൽഘോഷിനെ വിളിച്ച് വിവരമറിയിക്കും. പാകിസ്ഥാൻ ജയിച്ചതിനായിരിക്കും അവരങ്ങനെ ചെയ്യുന്നത് എന്ന് കരുതിയ മൽഘോഷ് അതിനു പിന്നിൽ ആ സമദാണെന്ന് പറഞ്ഞ് സമദും കൂട്ടരും നിൽക്കുന്നിടത്തെത്തി പെട്രോൾ ബോംബ് എറിഞ്ഞു. കുറച്ചു പേർക്ക് പരിക്ക് പറ്റി. ഒരാൾ മരിച്ചു. അതാകെ പ്രശ്നമായി. ഗോപിയും മൽഘോഷും തീവ്രവാദികളാക്കി മുദ്ര കുത്തപ്പെട്ടു. പാർട്ടിക്കാരവരെ കൈയൊഴിഞ്ഞു. നാട്ടിലെങ്ങും കലാപമായി. പടക്കം പൊട്ടിച്ച കുട്ടികളെ പോലീസും പിടിച്ചു. ഗോപിയുടെ അമ്മയ്ക്ക് ഒന്നും സഹിക്കാനായില്ല. ഗോപി നാട്ടിൽ നിന്നാൽ അവനെ കൊല്ലുമെന്ന് പേടിച്ച് അവനെ നാട് കടത്തി. തമിഴ്നാട്ടിലേക്കാണ് അവൻ വന്നത്. എന്നാൽ മൽഘോഷിനെ ആരൊക്കെയോ ചേർന്ന് വെട്ടിയ കാര്യം ഗോപി അറിഞ്ഞു. തമിഴ്നാട്ടിലും ഇവരുടെയൊക്കെ പേരുകൾ ന്യൂസിൽ പ്രചരിച്ചു. അതോടെ ഇനിയും അവിടെ നിന്നാൽ ശരിയാകില്ല എന്ന് മനസ്സിലാക്കിയ ഗോപിയെ അവന്റെ ചിറ്റപ്പൻ ഫോൺ വിളിച്ചു. ഗോപിയെ ഗൾഫിലേക്ക് കൊണ്ടുപോകുവാനായി ചിറ്റപ്പൻ തീരുമാനിച്ചു. ടിക്കറ്റും വിസയും ഒക്കെ അയച്ചു തരാം, അതുവരെ ചാകാതെ നോക്കാനായി ചിറ്റപ്പൻ പറഞ്ഞു. അങ്ങനെ ഗോപി ഗൾഫിലേക്ക് പോവുകയാണ്. അവനെ എയർപോർട്ടിൽ നിന്നും ഒരു സുഡാനിക്കാരൻ കൂട്ടിക്കൊണ്ടുപോയി. മരുഭൂമിയിലേക്കാണ് അവനെ കൊണ്ടുപോയത്. ഗോപിയെ അവിടെ കൊണ്ടിറക്കിയിട്ട് സുഡാനിക്കാരൻ പോയി. ഗോപിയാണെങ്കിലോ ആടുജീവിതത്തിലെ നജീമിന്റെ അവസ്ഥയായി. ഒരു പാകിസ്ഥാനിയും അവിടെ ഉണ്ടായിരുന്നു. അയാളെ ഗോപി സാഹിബ് എന്ന് വിളിച്ചു. ഗോപിയെ അയാൾക്ക് ഒട്ടും ഇഷ്ടമേ അല്ല, പ്രത്യേകിച്ചും മലയാളികളെ. ഗോപി തന്റെ ചിറ്റപ്പനെ വിളിച്ചിട്ട് ഒരുപാട് വഴക്ക് പറഞ്ഞു. എന്നിട്ട് എനിക്ക് നാട്ടിലേക്ക് വരണമെന്ന് പറയുമ്പോൾ ഇനി നാട്ടിലേക്കൊന്നും വരാൻ പറ്റില്ല, ഇവിടമാകെ കോവിഡ് വ്യാപിച്ചിരിക്കുകയാണെന്ന് ചിറ്റപ്പൻ പറഞ്ഞു. കോവിഡ് അങ്ങനെ നാടാകെ വ്യാപിച്ചു. ചിറ്റപ്പൻ അവനിട്ട് മനഃപൂർവ്വം പണി കൊടുത്തതാണ്. ഗോപി അവിടെ ബാത്റൂമിൽ പോകുവാൻ പോലും സൗകര്യമില്ലാതെ വിഷമിക്കുകയാണ്. ഗോപിയെ കൊണ്ട് സാഹിബ് അവിടുത്തെ ജോലികളൊക്കെ ചെയ്യിപ്പിക്കുമായിരുന്നു. അവൻ അറിഞ്ഞുകൂടാത്ത പാചകം വരെ ചെയ്യിപ്പിച്ച് വായ്ക്ക് രുചിയില്ലാത്ത ഭക്ഷണമാണ് സാഹിബിന് കഴിക്കേണ്ടി വന്നതും. ഗോപിക്ക് അവിടെ മടുത്തു. അവനാണെങ്കിലോ കഷ്ടപ്പെടുകയാണ്. സാഹിബിനാണെങ്കിലോ ഒരു പൂച്ചയുണ്ട്, ഷേർഖാൻ. പൂച്ചയെ നോക്കുന്ന പണിയും ഗോപിക്കാണ്. അങ്ങനെ ഇരിക്കുന്ന സമയമായിരുന്നു മൽഘോഷ് ഗോപിയെ വിളിച്ചത്. കൂടെയുള്ളത് പാകിസ്ഥാനിയാണെന്നറിഞ്ഞ മൽഘോഷ്, നീ അയാളെ അങ്ങ് കൊന്നുകളാ. അയാളെ കൊന്നിട്ട് വന്നാൽ നമ്മുടെ രാജ്യം നിന്നെ 2 കൈ നീട്ടി സ്വീകരിക്കും. നീയാകും ഇനി ഹീറോ എന്ന് പറയുന്നത് കേട്ട് ഗോപിയാണെങ്കിലോ സാഹിബിനെ കൊല്ലാനായി വിചാരിക്കും. പക്ഷെ നടക്കില്ല. പകരം സാഹിബ് ഉറങ്ങിയ സമയം നോക്കി ചാവിയെടുത്ത് കതക് തുറന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്കോടി. രാവിലെ ഉറക്കമുണർന്ന സാഹിബ് ഗോപിയെ എല്ലായിടത്തും അന്വേഷിച്ചു. എന്നാൽ എങ്ങും കണ്ടില്ല. മരുഭൂമിയിൽ ഒരു വശത്ത് കിടന്നുറങ്ങുന്ന ഗോപിയെ കണ്ടെത്തിയ സാഹിബ് അവനെ തൂക്കിയെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നു. ചായ കുടിക്കുകയായിരുന്ന സമയം ഗോപിക്ക് മധുരമറിയാൻ വയ്യ. അപ്പോൾ അവൻ ഒരു കാര്യം ഓർക്കും. എയർപോർട്ടിൽ വെച്ച് ഒരു ചൈനക്കാരന്റെ കയ്യിൽ നിന്നും തറയിൽ വീണ ലേസ് ഗോപി എടുത്തു കൊടുത്തു. ഗോപിക്ക് കോവിഡ് ആയിരിക്കുന്നു.
ആ കാര്യം പറഞ്ഞ സാഹിബ് ഉടനെ തന്നെ അവനെ മറ്റൊരു റൂമിലേക്ക് മാറ്റി പൂട്ടിയിട്ടു. ഈ സാഹിബിന് മലയാളികളെ ഇഷ്ടമല്ലാത്ത കാര്യം എന്തെന്നാൽ ഗോപി വരുന്നതിന് മുമ്പ് സാഹിബിനൊപ്പം ഒരു മലയാളി ഉണ്ടായിരുന്നു. അവനാണെങ്കിലോ സാഹിബിന്റെ പൈസയും അടിച്ചു മാറ്റി നാടുവിട്ട് കളയുകയാണ് ചെയ്തത്. അതോടുകൂടി സാഹിബ് എല്ലാ മലയാളികളെയും വെറുത്തു. പിന്നീടുള്ള ദിവസങ്ങളിൽ എല്ലാ ജോലികളും സാഹിബ് ചെയ്യേണ്ടി വന്നു. സാഹിബിന് നന്നായി ആഹാരം ഉണ്ടാക്കാൻ പോലും അറിയില്ല. പോളിടെക്നിക്ക് പഠിച്ച ഗോപിയാണെങ്കിലോ സാഹിബിന് ചപ്പാത്തി മേക്കറും മുട്ട പൊട്ടിക്കാനുള്ള മെഷീനും ഒക്കെ ഉണ്ടാക്കി നൽകി. കോവിഡ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഗോപി സാഹിബിനോടും അവിടെ ആഹാരമൊക്കെ കൊണ്ടെത്തിക്കുന്ന സുഡാനിക്കൊപ്പം ക്രിക്കറ്റ് കളിച്ച് സാഹിബിനെ തോൽപ്പിച്ചു. അങ്ങനെ സാഹിബിനും ഗോപിക്കുമിടയിൽ നല്ലൊരു സൗഹൃദം വളരുകയാണ്. അന്ന് രാത്രി തന്നെ സാഹിബ് ഒരു വണ്ടി വരുന്ന ശബ്ദം കേട്ട് ഗോപിയെയും പൂച്ചയെയും മറ്റൊരു റൂമിലേക്ക് മാറ്റി. വന്നവർ സാഹിബിനെ തല്ലുന്നത് കണ്ട ഗോപി അവിടെ നിന്നും പുറത്തു വന്ന് സാഹിബിനെ രക്ഷിച്ചു. സാഹിബിന് ഗോപിയോട് നല്ല സ്നേഹമായി. അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു ഗോപിയുടെ അമ്മ ഫോൺ വിളിച്ചിട്ട് വീടിനടുത്ത് ഐഷുമ്മയുടെ വീട്ടിൽ പോലീസ് വന്നിട്ടുണ്ട്, ഐഷുമ്മയുടെ മകൻ തീവ്രവാദത്തിൽ ചേർന്നെന്നാണ് കേട്ടത്. അത് കേട്ട് ദേഷ്യം വന്ന ഗോപി പാകിസ്ഥാനിലെ തീവ്രവാദ പ്രവർത്തനങ്ങളെ പറ്റിയൊക്കെ ദേഷ്യപ്പെട്ട് സാഹിബിനോട് സംസാരിച്ചു. സാഹിബിന് സത്യത്തിൽ അതൊന്നും അത്ര ഇഷ്ടമുള്ള ആളല്ല. സാഹിബ് തന്റെ മകന്റെ ഫോട്ടോ കാണിച്ചിട്ട് ഒരു കഥ പറയും. പാകിസ്ഥാനിലെ തീവ്രവാദ പ്രവർത്തനങ്ങളിലൂടെ തനിക്ക് നഷ്ടമായത് തന്റെ മകന്റെ ജീവനാണ്. സ്കൂളിൽ ബോംബ് പൊട്ടി മകൻ മരിച്ചു. മകളായ ധുവയെ മാത്രമേ എനിക്ക് രക്ഷിക്കാനായുള്ളൂ എന്ന കാര്യം സാഹിബ് പറയും. മതം ഒരു രാജ്യത്തിന്റെ ഭരണഘടനയായാൽ ആ രാജ്യം നശിച്ചുവെന്ന് സാഹിബ് പറയും. ഗോപിക്ക് അതെല്ലാം കേട്ട് നല്ല സങ്കടമാകും. മകളുടെ ഫോട്ടോയൊക്കെ കാണിച്ചിട്ട് മകളെ നന്നായി പഠിപ്പിക്കണമെന്നാണ് ആഗ്രഹം, അവൾ ലോകം കാണണമെന്ന് സാഹിബ് പറയുമ്പോഴോ ഗോപി സാഹിബിനോട് എന്തെങ്കിലും അവൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കും. സാഹിബ് ഗോപിയോട് പറയും, എനിക്ക് നിന്റെ ഒരു കാര്യത്തിൽ നല്ല അസൂയമുണ്ട്, നിന്റെ രാജ്യം ഇന്ത്യ. ഗോപിക്ക് അത് കേട്ട് ഒരുപാട് സന്തോഷമായി. അടുത്ത ദിവസം സാഹിബിന്റെ നാട്ടിൽ നിന്ന് കോൾ വന്നു. തുവയാണെങ്കിലോ 10ാം ക്ലാസ്സിൽ സ്കൂൾ ഫസ്റ്റായി പാസ്സായി. തുവയ്ക്ക് സാഹിബിനെ കാണണമെന്ന്. സാഹിബ് സന്തോഷ വാർത്ത ഗോപിയോട് പറയുമ്പോഴോ 3 വർഷമായില്ലേ സാഹിബെ നാട്ടിൽ പോയിട്ട്, കഫീലിനോട് ചോദിച്ച് നാട്ടിൽ പോകാനായും ഗോപി പറയും. അങ്ങനെ കഫീലും സമ്മതിച്ചു. ആ ഒരു സന്തോഷം അവർ പുറത്തു പോയി ആഘോഷിച്ചു. അതേ സമയമായിരുന്നു കൃഷ്ണയ്ക്ക് ഒരു ബെസ്റ്റിയായ കാര്യം മൽഘോഷ് വഴി ഗോപി അറിഞ്ഞത്. അതവന് സഹിക്കാനായില്ല. അവൻ ഒരുപാട് കരഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം നാട്ടിൽ പോകാനിരുന്ന സാഹിബിന് ദുവയ്ക്ക് കൊടുക്കാനായിട്ട് ഒരു മോതിരം ഗോപി വാങ്ങി. സർപ്രൈസ് ആയിട്ട് വാങ്ങിയതാണ്. ഗോപി സാഹിബിനെ നോക്കി ഇറങ്ങിയപ്പോൾ പുറത്ത് സാഹിബ് കുഴഞ്ഞു വീണ് കിടക്കുന്നത് കാണുന്നു. സാഹിബിന് കൊറോണ പിടിപെട്ടു. പുറത്തവർ ആഘോഷിക്കാൻ പോയില്ലേ, അങ്ങനെ കിട്ടിയതാണ്. സുഡാനിക്കും കോവിഡായി. സാഹിബിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായി വണ്ടി വന്നു. പക്ഷേ വണ്ടിക്കാരനാണെങ്കിലോ പുറകിൽ കയറ്റിയാൽ മതിയെന്ന് കെഞ്ചി പറഞ്ഞു. അയാൾക്ക് പേടിയാണ്. പോകുന്ന വഴിയിൽ സാഹിബിന് അസുഖം കൂടി സാഹിബ് മരണപ്പെട്ടു. ഗോപിയുടെ മടിയിൽ കിടന്നാണ് സാഹിബ് മരിച്ചത്. മരിക്കും മുമ്പ് സാഹിബ് പറയുന്നുണ്ട്, എൻ്റെ മകളോട് പറയണം നന്നായി പഠിക്കണമെന്ന്. ഗോപിക്ക് അതൊന്നും താങ്ങാനായില്ല. മരുഭൂമിയിൽ തന്നെ ശവമടക്കം ചെയ്തു. അങ്ങനെ അതവിടെ അവസാനിച്ച് ഗോപിയെ കാണിക്കുകയാണ്. ഗോപി പാകിസ്ഥാനിൽ സാഹിബിന്റെ വീട്ടിലെത്തി. ഗോപിയെ കണ്ടതും സാഹിബിന്റെ ഭാര്യ, നീ ഗോപിയല്ലേ മോനെ, സാഹിബ് എപ്പോഴും പറയുമായിരുന്നു എന്ന് പറഞ്ഞ് അവനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ മകളായ ധുവ അവിടേക്ക് വന്നു. സാഹിബിന്റെ മരണവാർത്ത ഗോപി അവരോട് പറഞ്ഞിട്ടില്ല. പക്ഷേ സാഹിബിന്റെ ബാഗും സാധനവും ഒക്കെ അവരെ ഏൽപ്പിച്ചപ്പോൾ ധുവയ്ക്ക് എന്തോ മനസ്സിലായി. അതേസമയം തന്നെ സാഹിബിന്റെ അളിയന്മാർ അവിടെ എത്തി. ഗോപി ഇന്ത്യയിൽ നിന്നും വന്നതാണെന്ന് അറിഞ്ഞുകൊണ്ടുള്ള വരവാണ്. അപ്പോൾ ധുവയുടെ കല്യാണം ഉറപ്പിച്ച കാര്യം സാഹിബിന്റെ ഭാര്യ പറയുമ്പോൾ ഗോപി അതിനെ എതിർക്കും. 15 വയസ്സുള്ള കുട്ടിയല്ലേ, വിവാഹം കഴിപ്പിക്കുന്നോ, പറ്റില്ലെന്നൊക്കെ പറഞ്ഞ് അവളെ പഠിപ്പിക്കണമെന്നും പറയുന്നത് കേട്ട് അളിയന്മാരാണെങ്കിലും ഗോപിയെ തല്ലി. നീ ആരാ ഞങ്ങളുടെ കുടുംബത്തിന്റെ കാര്യത്തിൽ ഇടപെടാൻ എന്നൊക്കെ ചോദിച്ച് അവനെ അവിടെ നിന്നും അടിച്ചു ഓടിച്ചു. എന്നാൽ ഗോപിയുള്ളിടം കണ്ടെത്തിയ ധുവ അവനടുത്ത് വന്നിട്ട് നടന്ന കാര്യത്തിന് മാപ്പ് ചോദിക്കും. ബാപ്പയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ ഗോപി സാഹിബ് മരണപ്പെട്ട കാര്യം തുറന്നു പറഞ്ഞു. ധുവ ഒരുപാട് കരയും. എന്നിട്ട് APJ അബ്ദുൽ കലാമിന്റെ ബുക്ക് അവളെ ഏൽപ്പിച്ചിട്ട് നന്നായി പഠിക്കണമെന്നും പറഞ്ഞു. ബാപ്പയുടെ ആഗ്രഹമാണതെന്നും പറയും. ധുവ അതെല്ലാം കെട്ടിപ്പിടിച്ച് ഒരുപാട് കരയും. പോകാനിറങ്ങിയ ഗോപിയെ അവൾ ഭായിജാൻ എന്ന് വിളിച്ചു. ഗോപിയെ അവൾ സ്വന്തം സഹോദരനായി കണ്ടു. അത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. ധുവ ഇപ്പോൾ UN ജനറൽ അസംബ്ലിയിൽ പ്രസംഗിക്കുകയാണ്. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെ പറ്റിയാണ് അവൾ സംസാരിക്കുന്നത്. ധുവയെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ ഗ്ലോബൽ അംബാസഡറായി UN തിരഞ്ഞെടുത്തിരിക്കുന്നു.
അവൾ അങ്ങനെ തന്റെ ബുദ്ധിമുട്ടുകളൊക്കെ മറികടന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് മുന്നിൽ വന്ന കഥ അവിടെ പറയും. എല്ലാവരുടെയും ജീവിതത്തിൽ ഒരാൾ വരും, അവരാകും നമ്മുടെ ജീവിതത്തിൽ പ്രകാശമാകുന്നത് എന്ന് ഗോപിയെ പറ്റിയും തന്റെ ബാപ്പയെ പറ്റിയും അവൾ അവിടെ പ്രസംഗിച്ചു. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. മറ്റൊരു വശത്ത് ഗോപി മതരാഷ്ട്രീയ ചിന്തകളൊക്കെ മാറ്റിവെച്ച് ഒരു മനുഷ്യസ്നേഹിയായി മാറി. ഗൾഫിൽ സാഹിബ് നടത്തിയിരുന്ന ജോലി അവൻ ഏറ്റെടുത്ത് നന്നായി നോക്കി നടത്തി. മനുഷ്യത്വമുള്ള മനുഷ്യനായി മാറി. ഗോപിയോടൊപ്പം ജോലി ചെയ്യാൻ ഒരു പാകിസ്ഥാനി വന്നു. അവന്റെ മുഖത്ത് പേടിയുണ്ടായിരുന്നു. പണ്ട് ഗോപി സാഹിബിനടുത്ത് ആദ്യമായി വന്നപ്പോൾ ഉണ്ടായതുപോലെ. ഗോപി അവനെ കൈകൊടുത്ത് സന്തോഷത്തോടെ സ്വീകരിച്ചു. അതോടുകൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.